ഹായ്, മോളീസ് കിച്ചണിലേക്ക് സ്വാഗതം. എന്തുണ്ട് വിശേഷം? മഴയുണ്ടോ? നമ്മുടെ നാട്ടിൽ പെരുമഴയാണ്. കൊല്ലം ജില്ലയിൽ കടയ്ക്കലാണ് എൻ്റെ സ്ഥലമെന്ന് ഒരുപാട് പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോഴും മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. മഴക്കാലം തന്നെയാണ്. ഇടവപ്പാതിയല്ലേ? ഇടവപ്പാതിക്ക് മുമ്പേ തന്നെ നമ്മുടെ മഴ വന്നല്ലോ. അപ്പം ഇന്നലത്തെ വിശേഷങ്ങളൊക്കെ ഞാൻ പറഞ്ഞല്ലോ. നമ്മുടെ K4 കെയറിൻ്റെ 15 ദിവസത്തെ ട്രെയിനിങ് കഴിഞ്ഞ് അതിൻ്റെ ഇതൊക്കെ പൂർത്തിയാക്കി. അതിൻ്റെ യൂണിഫോമും ഐഡൻറ്റിറ്റി കാർഡും എല്ലാം കിട്ടിയായിരുന്നു. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ പരീക്ഷ ഉണ്ടായിരുന്നു. പ്രാക്ടിക്കൽ, വൈഫൈ, തിയറി അതെല്ലാം ഉണ്ടായിരുന്നു. അതിന് നല്ല മാർക്കോടുകൂടി പാസ്സായായിരുന്നു. ഇനിയുള്ളതെന്ന് പറഞ്ഞാൽ ഇന്നലെ സർട്ടിഫിക്കറ്റായിരുന്നു. സർട്ടിഫിക്കറ്റ് വാങ്ങാനായി കൊല്ലത്ത് പോയി. സർട്ടിഫിക്കറ്റ് വാങ്ങി. ഇനിയുള്ള ഒരു കടമയെന്ന് പറഞ്ഞാൽ ഇനി ഇൻ്റർവ്യൂ ഉണ്ട്. ഇൻ്റർവ്യൂവിൽ നല്ല മാർക്കോടുകൂടി ഇൻ്റർവ്യൂവിൽ നല്ല ഇതായിട്ട് പാസ്സാവണം. പാസ്സായി കഴിഞ്ഞാൽ നമ്മുടെ ഒരു നല്ല വഴിത്തിരിവാണ് ഇതിലേക്ക് ഇത് തിരിഞ്ഞു പോകുന്നത്. നമുക്ക് ആദ്യമൊന്നും ഇത് കേട്ടപ്പോൾ ആർക്കും ഇതിനോടൊരു ഇത് തോന്നിയില്ല. പക്ഷേ ഇപ്പോൾ ഒരുപാട് പേർക്കും ഇത് കൊടുക്കാൻ പറ്റിയില്ല എന്നുള്ള ഒരു വിഷമത്തിലാണ്. പക്ഷേ ഇത് ഇന്നലെ ആ സാറ് നമുക്ക് പറഞ്ഞു തന്നപ്പോഴത്തേക്കാണ് നമുക്കിതിൻ്റെ ഇത്രയും നല്ല ഒരു ഇതാണ്. ഞാൻ ലൈറ്റ് ഓഫ് ചെയ്തിട്ട് ഇനി അടുക്കളയിലേക്ക് പോയപ്പോഴാണ് ഇരുട്ട് വന്നത്. കാര്യം ഇടിയും മഴയൊക്കെ എപ്പോഴാണെന്നുള്ള ഇതൊന്നും അറിയാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ നമുക്ക് അങ്ങനെ അങ്ങ് ലൈറ്റ് ഇട്ടേക്കാനും പറ്റത്തില്ല. ഇപ്പോൾ നമ്മുടെ അടുക്കളയിലാണ്. അടുക്കളയിൽ ലൈറ്റ് ഇടാം. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എപ്പോഴാണ് ഇടി വെട്ടുന്നതെന്നും മഴ, അതുകൊണ്ട് നമ്മളതനുസരിച്ച് എപ്പോഴും ലൈറ്റ് ഇടാറുള്ളൂ. അങ്ങനെ ഇന്നലെ പോയി സർട്ടിഫിക്കറ്റൊക്കെ കൈപ്പറ്റിയിട്ടുണ്ട്. അങ്ങനെ സർട്ടിഫിക്കറ്റൊക്കെ കൈപ്പറ്റി. ഇനി അടുത്ത ഒരു മുന്നോട്ടുള്ള ഇത് കുടുംബശ്രീ ജില്ലാ മിഷൻ്റെ ഒരു ഇതാണല്ലോ. അപ്പം എപ്പോഴായാലും നമുക്കതിന് ഉപയോഗപ്രദമായിട്ടുള്ള ഒരു കാര്യമല്ലെങ്കിൽ നമ്മൾ ഇതിന് ഇപ്പോൾ മുന്നോട്ടിറങ്ങാൻ പോവില്ലായിരുന്നു. അപ്പം നല്ല ഒരു സമയത്താണ് നമ്മൾ ഇറങ്ങിയിരിക്കുന്നത്. ഇനി ഇന്നോ നാളെയൊക്കെ ആയിരിക്കും എന്നാണ് സാറ് പറഞ്ഞത്. അപ്പോൾ ഏത് സമയത്തും വിളി വരാം. കാര്യം കുറച്ച് പേരെയാണ് വിളിക്കുന്നതെന്ന് പറയുന്നു. അപ്പോൾ ഞാൻ ആകെ അന്തം വിട്ടിരിക്കുകയാണ്. നമ്പർ അനുസരിച്ചായിരിക്കും വിളിക്കുന്നത്. എൻ്റെ നമ്പർ 2 ആണ്. അപ്പോൾ ഫസ്റ്റിൽ വിളിക്കുന്നതിൽ ഞാൻ കാണും. അപ്പം ഞാൻ ഇന്ന് വരെ ഇൻ്റർവ്യൂവിലൊന്നും അറ്റൻഡ് ചെയ്തിട്ടില്ലല്ലോ. ഇൻ്റർവ്യൂവിൽ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. ആദ്യം ഇതിൽ K4 കെയറിൻ്റെ ഇതിൽ കയറാനായിട്ടുള്ള ആദ്യത്തെ ഇൻ്റർവ്യൂവിൽ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയൊക്കെ ഉള്ള ഒരു ഇതിലാണ്. അപ്പം ഒരുപാട് പഠിക്കാനുണ്ട്. അപ്പം നല്ലതുപോലെ പഠിച്ചിട്ട് വേണം, ഈ 15 ദിവസവും നിങ്ങളെ എല്ലാം പഠിച്ചിട്ട് വേണം വരാനെന്ന് സാറ് പ്രധാനമായിട്ടും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഒരു നഴ്സിൻ്റെ അസിസ്റ്റൻ്റായിട്ട് എങ്ങനെയാണോ നമ്മൾ വർക്ക് ചെയ്യുന്നത്, ഒരു രോഗിയെ പരിചരിക്കുന്നത് മാത്രമല്ല, ഒരുപാട് കാര്യങ്ങൾ. ഇപ്പം നമ്മുടെ മുന്നിൽ ഒരു പേഷ്യൻ്റല്ല, ഒരു ആൾ പെട്ടെന്ന് നമ്മൾ ഇങ്ങനെ നിൽക്കുമ്പോഴത്തേക്ക് ഒരു രോഗി കുഴഞ്ഞു വീണ് കിടന്നാൽ ആ രോഗിയെ നമുക്ക് പെട്ടെന്ന് രക്ഷപ്പെടുത്താൻ പറ്റുമോ? അതിനുള്ള ഒരു ഇതുവരെ ഞങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്. പനി നോക്കാനും ഷുഗർ നോക്കാനും BP നോക്കാനും പിന്നെ മൗത്ത് കെയർ ചെയ്യാനും പിന്നെ കത്രികളിട്ട് ഇട്ടിരുന്നാൽ അതിൻ്റെ ഇത് മാറ്റി ഇതാക്കാനും യൂറിൻ മാറ്റി ഇതാക്കാനും പിന്നെ ഒരു പേഷ്യൻറ്റിനെ എങ്ങനെയാണ് കെയർ ചെയ്യാനെന്നുള്ള അതിൻ്റെ ഇതെല്ലാം പഠിപ്പിച്ചിട്ടുണ്ട്. പിന്നെ റൈസ് ട്യൂബിൽ കൂടി ഫുഡ് കൊടുക്കുന്നതിനുള്ള ഇത്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളെന്ന് പറഞ്ഞാൽ നമ്മൾ ഇതുവരെ പഠിച്ചിട്ടില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ. പനി നോക്കുന്ന അതിൻ്റെ നമ്മളെ പനി നോക്കൂലേ, അതിൻ്റെ പേരെന്താണെന്നും പിന്നെ BP നോക്കുന്ന അതിൻ്റെ പേരെന്താണെന്നും പിന്നെ നമ്മുടെ ഷുഗർ അതിൻ്റെ പേരെന്താണെന്നും
അങ്ങനെ ഒരുപാട് ഇത്. പിന്നെ നമ്മുടെ ശരീരത്തിൽ എത്ര പേശികളുണ്ടെന്നും നമ്മുടെ ശരീരത്തിൽ എത്ര എല്ലുകളുടെ എണ്ണം എത്രയാണെന്നും കുട്ടികളുടെ ശരീരത്തിൽ എത്രയാണ് എല്ലുകളുടെ എണ്ണമെന്നും നമ്മുടെ പൾസ് എത്രയാണെന്നും നമ്മുടെ ടെമ്പറേച്ചർ എത്രയാണ് നോർമൽ ടെമ്പറേച്ചറെന്നും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ആണ് നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത്. ഇതെല്ലാം ഈ മെമ്മറിയിൽ നമ്മൾ പഠിച്ചെടുക്കേണ്ടതായിട്ടുണ്ട്. അതെല്ലാം നമ്മൾ ഇതൊന്നും അല്ല, ഒരുപാടുണ്ട്. പിന്നെ ഒരു കുഞ്ഞിനെ നമ്മൾ എങ്ങനെയാണ് വളർത്തിയെടുക്കേണ്ടത്, ആ കുഞ്ഞിന് ഒത്തിരി ദേഷ്യവും ഇതൊക്കെ ഉള്ള ഒരു കുഞ്ഞാണെങ്കിൽ ആ കുഞ്ഞിനെ നമ്മൾ നേരായ വഴിയിൽ നമ്മൾ എങ്ങനെയാണ് ആ കുഞ്ഞിനെ മൊബൈലും ഇതുമൊക്കെ കണ്ട് ഫുഡ് കഴിക്കുന്ന ഒരു കുഞ്ഞാണെങ്കിൽ ആ മൊബൈലിൻ്റെ ശീലം മാറ്റി നേരായ ഇതിൽ കുഞ്ഞിനെ കൊണ്ടുവന്ന് ആ കുഞ്ഞിനെ നല്ല രീതിയിൽ ആക്കി കൊണ്ടുവരേണ്ട രീതി എങ്ങനെയാണെന്നും അങ്ങനെ എന്ത് വേണ്ട ഒരുപാട് കാര്യങ്ങളാണ് നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത്. അതെല്ലാം നമ്മൾ പഠിച്ചിരിക്കുകയാണ്. അതൊന്നുകൂടി നമ്മളൊന്ന് മനസ്സിൽ മെമ്മറിയിൽ ഒന്നേന്ന് ഇതാക്കേണ്ടതുണ്ട്. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് നമ്മുടെ ഇത്. പിന്നെ ഒരു കിടപ്പ് രോഗിയാണെന്നുണ്ടെങ്കിൽ ആ കിടപ്പ് രോഗി കിടന്നുകൊണ്ട് തന്നെ അവരുടെ ബെഡ്ഷീറ്റ് നമ്മൾ മാറ്റി വിരിക്കുന്നത് എങ്ങനെയാണെന്നും ആ കിടപ്പ് രോഗിക്ക് നമ്മൾ അവരെ പല്ല് തേപ്പിച്ച് മുഖം വൃത്തിയാക്കുന്ന ഒരിത്, പുറം തുടച്ച് വൃത്തിയാക്കുന്ന ഇത്, അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ. പിന്നെ നമുക്ക് വേറെ നമ്മൾ അവരുടെ എക്സിക്യൂട്ടീവായിട്ടാണ് നമ്മളെ തിരഞ്ഞെടുത്തിരിക്കുന്നത്. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. പിന്നെ ഇത് കഴിഞ്ഞതിന് ശേഷം ഈ ഒരു വർഷത്തിനകമൊക്കെ നമുക്ക് നല്ലൊരു ഇതിലേക്ക് നമ്മൾ മാറും. സാർ ഇന്നലെ പറഞ്ഞിട്ടുണ്ട്, നമുക്ക് അതിൻ്റേതായി 30 പേർക്കും കൂടി ഒരു സംരംഭക ഒരു ഇതിലേക്ക് മാറാനുള്ള എല്ലാ ഇതും ഉണ്ട്. കുടുംബശ്രീയുടെയൊക്കെ ഒരു ഇതാണല്ലോ. അപ്പം നമുക്ക് ഒരാൾക്ക് പോലും വിട്ടു നിൽക്കാതെ എല്ലാവരും ഇതിൽ തന്നെ പങ്കെടുത്ത് നല്ല ഇതിലേക്ക്. അപ്പം നമ്മുടെ വാർഡിൽ നിന്ന് ഇപ്പം നമ്മൾ 5 പേരുണ്ട്. അപ്പോൾ സാറ് പറയുന്നു, അപ്പോൾ പിന്നെ ഇതിൽ കൂടുതൽ പിന്നെ ഇനി എന്ത് വേണമെന്നാണ് പറയുന്നത് സാർ. അപ്പം നല്ലൊരു ഇതാണ് നമുക്ക് എല്ലാവർക്കും സാറ് തന്നേക്കുന്നത്. ആ ഇൻ്റർവ്യൂവിൽ കൂടി നല്ല ഒരു ഇത് കിട്ടണേ, നല്ലൊരു ഇത് കിട്ടാൻ വേണ്ടി നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണം കേട്ടോ. എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ എല്ലാവരുടെയും അനുഗ്രഹം വേണം, എങ്കിലേ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. കാര്യം എൻ്റെ ഒരു വഴിത്തിരിവാണ്. കാര്യം ഞാൻ ഒരുപാട് കഷ്ടപ്പാടിലും ദുഃഖങ്ങളിലും നിറഞ്ഞ ഒരു ജീവിതത്തിൽ കൂടി ആണ് ഇതുവരെയും എത്തിയിരിക്കുന്നത്. ഇപ്പോൾ ഒരു ചെറിയ ഒരു മാറ്റങ്ങൾ വന്നു തുടങ്ങി. എൻ്റെ മോൻ്റെ ഒരു ഇതിലാണ് ഞാനിപ്പോൾ ഇങ്ങനെ മുന്നോട്ട് കുറച്ച് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ അണ്ണനും ഇപ്പം കടയിൽ പോകുന്നില്ല. അങ്ങനെയൊക്കെ ഒത്തിരി നമ്മുടെ വീട്ടിലെ ദുഃഖങ്ങളും ഇതെല്ലാമൊക്കെ ഒന്ന് മാറി. അണ്ണൻ ഗൾഫിലായിരുന്നു, പിന്നെ കല്യാണം കഴിക്കുമ്പോൾ അണ്ണൻ ഗൾഫിലായിരുന്നു. പിന്നെ അണ്ണൻ ഇങ്ങ് നാട്ടിലായി. പിന്നെ മോൻ ഗൾഫിലിപ്പം പോയിട്ട് 10 വർഷത്തോളമായി. മോനാണ് വീട്ടിലെ ബാധ്യതകൾ അങ്ങനെയൊക്കെ ഉള്ള ഒരിത്. അപ്പം നമുക്കെല്ലാവർക്കും കൂടി ഒത്തൊരുമയായി എല്ലാവരും കൂടി മുന്നോട്ട് പോകുമ്പോഴല്ലേ നമ്മുടെ വീട്ടിനൊരു നല്ല സന്തോഷം കിട്ടുള്ളൂ. അതുകൊണ്ട് അങ്ങനെ എനിക്ക് ആവുന്ന കാലം ഇങ്ങനെ പോകണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പിന്നെ നമുക്ക് അടുത്ത തൊട്ടൊക്കെ ജോലി ആകുമ്പോഴത്തേക്ക് നമുക്ക് പോകാനും എളുപ്പമുണ്ട്. അങ്ങനെയൊക്കെയുള്ള ഒരു ഇതിലാണ് സന്തോഷം. എനിക്ക് എന്നും നമ്മുടെ വീട്ടിൽ വന്നു പോകാൻ പറ്റുമെങ്കിൽ ആ ഒരു ഇതിലേക്കാണ് ഞാൻ നോക്കുന്നത്. കാര്യം നമുക്ക് അതാണല്ലോ, എനിക്ക് ഈ വീട് വിട്ട് നിൽക്കുന്ന ഒരു കാര്യം ഓർമ്മിക്കാൻ പോലും ഞാനങ്ങനെ എങ്ങും പോയാൽ ഞാൻ നിൽക്കാറില്ല. വൈകിട്ട് വീട്ടിൽ തിരിച്ചെത്തുന്ന ഒരു ഇതിനെ ഇന്ന് വരെ എവിടെ പോയാലും ഞാൻ എൻ്റെ വീടേ ശരണം എന്നുള്ളൊരിതാണ് എൻ്റെ ചിന്ത. ഇതിലും ഞാൻ പറ്റുമെങ്കിൽ അങ്ങനെ തന്നെയാണ് നോക്കുന്നത്. പിന്നെ നമ്മൾ നിന്നേ പറ്റുള്ളൂ. ആദ്യത്തെ ഇത്തിരിയെങ്കിലും നിൽക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ നിന്നേ പറ്റുള്ളൂ. നമ്മുടെ ജോലിയുടെ ഭാഗമല്ലേ, അപ്പോൾ അതൊക്കെ നോക്കണം. പിന്നെ ഇനി പറയാൻ പോകുന്നത്, ഇന്ന് ഞാൻ വയ്ക്കാൻ പോകുന്നത് ഒരു പ്രത്യേക ഒരു കറിയാണ്. പ്രത്യേക ഒരു കറിയെന്ന് പറഞ്ഞാൽ നമുക്ക് കാട്ടുനെല്ലിക്ക എന്ന് പറയുമ്പോൾ നമുക്ക് ഏറ്റവും ഗുണപ്രദമായൊരു സാധനമാണ്. ഇരുമ്പ് സത്ത് ഏറ്റവും നമുക്കിപ്പോൾ മുഖത്തൊക്കെ വെളുപ്പ് പറ്റുകയോ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ കുട്ടികൾക്കായാലും നമുക്കായാലും അത് കാൽസ്യത്തിൻ്റെ കുറവായിരിക്കും, അല്ലെങ്കിൽ ഇരുമ്പ് അങ്ങനെയൊക്കെ അതിൻ്റെയൊക്കെ ഒരു ഇതായിരിക്കും. കാട്ടുനെല്ലിക്കയൊക്കെ മേടിച്ച് കഴിച്ചാൽ മതി. നമുക്ക് തലയിൽ എണ്ണ കാച്ചുമ്പം വരെ നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് ചേർക്കുന്നത് കാട്ടുനെല്ലിക്കയാണ്. കാട്ടുനെല്ലിക്ക മേടിക്കും, 1-2 ദിവസമൊക്കെ കഴിച്ചതിന് ശേഷം ബാക്കി കാട്ടുനെല്ലിക്ക അവിടെ കിടന്ന് ഇല്ലാമായി പോകും. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്നൊരു നല്ല വെറൈറ്റി ഒരു കറി വയ്ക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്ന് ആ കറിയുടെ വീഡിയോയാണ് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. നമുക്കൊന്ന് കണ്ടാലോ? അപ്പോൾ എൻ്റെ കറിക്ക് ആവശ്യമായ സാധനങ്ങളാണ്
ഇത് കാട്ടുനെല്ലിക്കയാണ്. കാട്ടുനെല്ലിക്ക ഞാൻ മുറിച്ച് പീസ് പീസാക്കി വെച്ചിരിക്കുന്നതാണിത്. അതിൽ ചേർക്കാനായിട്ട് തക്കാളിക്ക, സവാള, ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില, പച്ചമുളക്, പിന്നെ ബാക്കി പൊടി ഐറ്റങ്ങളാണ് ഈ ഇരിക്കുന്നത്. അപ്പം അത് കറി വയ്ക്കാനായിട്ട് ഞാനൊരു പാൻ അടുപ്പിലേക്ക് വെച്ചു. എന്നിട്ട് നമുക്ക് തീ വറ്റിച്ച് കൊടുത്താലോ. ഇത് ഏറ്റവും കുഞ്ഞുങ്ങൾക്കായാലും വലിയവർക്കായാലും ഏറ്റവും ഗുണപ്രദമായ ഒരു കറിയാണ്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ മറക്കരുത്. സ്കിപ്പ് ചെയ്യാതെ കാണണം. പാൻ ചൂടായി. ഇനി നമുക്ക് എണ്ണ അടിച്ചാലോ. നല്ല നാടൻ സൂപ്പർ വെളിച്ചെണ്ണയാണ്. നമുക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചാൽ മതി. കുറച്ച് വെളിച്ചെണ്ണ, എണ്ണ പൊതുവേ ഞാൻ കുറച്ചേ ഉപയോഗിക്കാറുള്ളൂ. ഒന്ന് നടക്കുമ്പോഴത്തേക്ക് നമുക്കതിലേക്ക് കടുകിടാം. കടുക് ഇട്ടു. കടുക് പൊട്ടിയപ്പോഴത്തേക്ക് ഞാൻ അതിലേക്ക് കറിവേപ്പിട്ടു. കറിവേപ്പിട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ഇട്ടു. അതിനുശേഷം സവാള അരിഞ്ഞിട്ട് ഇട്ടു. ഇത് നമുക്ക് ഏറ്റവും നമ്മുടെ ശരീരത്തിലേക്ക് ആവശ്യമായ ഒരു വിറ്റാമിൻ സാധനമാണ്. നമുക്ക് ഏത് രൂപത്തിൽ വേണമെങ്കിലും നമുക്കത് ശരീരത്തിൽ ഉപയോഗിക്കാവുന്നതാണ്. നെല്ലിക്ക എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാട്ടുനെല്ലിക്ക കേട്ടോ, എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള സാധനമാണ്. പക്ഷേ കറി വെച്ച് ഞാൻ ആദ്യമായിട്ടാണ് ഉപയോഗിക്കാൻ പോകുന്നത്. ഇങ്ങനെ ഒരു വീഡിയോ കണ്ടപ്പോഴത്തേക്ക് എനിക്കും അത് വെച്ച് നോക്കണമെന്ന് തോന്നി. അങ്ങനെ ഞാൻ ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം ഞാൻ വയ്ക്കുമ്പോൾ അത് നിങ്ങൾക്ക് കൂടി കാണിച്ച് തന്നിട്ട് വയ്ക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അത് എത്രത്തോളം ആണെന്നുള്ളത് നമുക്ക് വെച്ച് നോക്കണമല്ലോ. വെച്ച് നോക്കിയിട്ടേ ഇതിൻ്റെ ഫലം എങ്ങനെയാണെന്ന് നോക്കാൻ പറ്റുള്ളൂ. അപ്പം ഞാൻ ഇനി ഇതിലിടുന്നത് തക്കാളിക്കയാണ്. അതിലേക്ക് നമുക്ക് ആവശ്യമായ ഉപ്പ് കൂടി നമുക്കങ്ങ് ഇടാം. ഇനി ഞാൻ അരിഞ്ഞു വെച്ചിരിക്കുന്ന നെല്ലിക്ക കൂടി അതിലേക്ക് അങ്ങ് ഇടുകയാണ്. എല്ലാം കൂടി നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ച്
ഒന്ന് വാടി വരട്ടെ. ഇത് ഓണാക്കിയില്ലായിരുന്നോ ഭഗവാനേ, ഇത്ര നേരം പറഞ്ഞതും മൊബൈൽ ഓണാക്കാതെയായിരുന്നു. അപ്പം ബ്രൗൺ നിറമായിരുന്നു, നല്ലതുപോലെ ഇളക്കി നല്ല ബ്രൗൺ നിറമായിരുന്നു. ബ്രൗൺ നിറമായപ്പോഴേക്ക് ഞാൻ കുറച്ച് വെള്ളം അതിലേക്ക് ഒഴിച്ചു. ഇനി അത് നെല്ലിക്ക നല്ലതുപോലെ വേവട്ടെ. എന്തെങ്കിലും മാത്രമല്ലേ നമ്മുടെ നെല്ലിക്കയിലെ സത്തെല്ലാം ആ കറിയിലേക്ക് ഇറങ്ങുള്ളൂ. അപ്പം ആ നെല്ലിക്ക വേവുന്നത് വരെ നമുക്കൊന്ന് അടച്ചിടാം. ഞാൻ മൊബൈൽ ഓണാക്കിയെന്നും പറഞ്ഞാണ്, അപ്പോൾ അതൊന്ന് അടച്ചിടാം. അപ്പം നമുക്ക് നമ്മുടെ കറി ഒന്ന് തുറന്ന് നോക്കിയാലോ. ഒക്കെ വറ്റി നെല്ലിക്കയുടെ കൊത്തൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. നല്ല കുഴമ്പ് രൂപത്തിൽ നിൽക്കുകയാണ് കേട്ടോ. നല്ല അടിപൊളിയായിട്ടുണ്ട്. ഞാനൊന്ന് ഉപ്പ് നോക്കട്ടെ. അടിപൊളി. അപ്പോൾ ഇനി ഞാൻ അതിലേക്ക് ചേർക്കുന്നത് തേങ്ങ അരച്ചതാണ് കേട്ടോ. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് യോജിപ്പിച്ച് ഇവിടെ നമ്മുടെ കറി റെഡി. ഇതാണ് നമ്മുടെ നെല്ലിക്ക കൊണ്ടുള്ള ഒരു വെറൈറ്റി സൂപ്പർ കറി. നിങ്ങൾ വെച്ച് നോക്കിയിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. എങ്ങനെയാണെന്നുള്ളത് കൃത്യമായിട്ട് നിങ്ങളിതിൻ്റെ ഇത് നമ്മൾ ഇതുവരെയും വെച്ച് കഴിച്ചിട്ടുള്ളൊരു കറിയല്ല. ഞാനും ആദ്യമായി വെച്ചുണ്ടാക്കുന്നതാണ്. ഞാനൊരു വീഡിയോയിൽ കണ്ടു, അങ്ങനെ അതുണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതുണ്ടാക്കുമ്പോൾ നിങ്ങളെ കൂടി അറിയിക്കാതെ, നിങ്ങളെ കാണിക്കാതെ ഞാൻ വെച്ച് ഒറ്റയ്ക്ക് കഴിക്കുന്നത് ശരിയല്ലല്ലോ. അങ്ങനെ ഞാൻ ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെ റിസൾട്ട് നിങ്ങളുടെ അടുത്ത് പറയണമല്ലോ. കൊള്ളൂരെങ്കിൽ തന്നെ നിങ്ങളുടെ അടുത്ത് പറഞ്ഞ് ഞാനത് പറ്റിക്കില്ല. കാര്യം നിങ്ങളത് വെച്ചുണ്ടാക്കാനായിട്ട് ഞാൻ പറയില്ല. കാര്യം ഒരുപാട് പേര് ഇത് വ്യൂസ് കിട്ടാൻ വേണ്ടിയും ഇതാക്കാൻ വേണ്ടിയും ഇങ്ങനെയൊക്കെ വീഡിയോ ഇടുന്നുണ്ടല്ലോ. പക്ഷേ ഇത് നല്ല ഒരു തന്നെയാണ്. അപ്പം നമ്മുടെ കറി റെഡി. എൻ്റെ കണക്കായിട്ട് ഇതതിൽ കാണിച്ചിട്ടില്ല. എൻ്റെ കണക്കായിട്ട് നമ്മുടെ വീട്ടിൽ നിന്ന ഒരു മല്ലിച്ചപ്പ് ഞാനിടുകയാണ്. ഇത് ആ വീഡിയോയിൽ കാണിച്ചിട്ടില്ല, പക്ഷേ എനിക്ക് ഇഷ്ടമായതുകൊണ്ട് ഞാനിടുകയാണ്. അല്ലോ, അപ്പം നമ്മുടെ നെല്ലിക്ക തീയൽ റെഡിയായിട്ടുണ്ട്. നിങ്ങൾ വെക്കാൻ മറക്കരുതേ. നല്ല സൂപ്പർ ഒരു കറിയാണ്. അപ്പോൾ ഞാൻ ഓഫ് ചെയ്യാൻ പോവുകയാണ്. ഉണ്ടോ? അപ്പോൾ എൻ്റെ നെല്ലിക്ക തീയലിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണും എന്ന് വിചാരിക്കുന്നു കൂട്ടുകാരെ. നല്ല സൂപ്പർ തീയലാണ്.
നല്ല അടിപൊളി. ഞാനും ആദ്യമായി വെച്ചുണ്ടാക്കുന്നതാണ്. ഞാനൊരു വീഡിയോയിൽ കണ്ടു, അപ്പോൾ തന്നെ എനിക്ക് തോന്നി ഇത് വെച്ച് നോക്കണമെന്ന്. ഞാൻ ഇതുവരെ ഇങ്ങനെ ഒരു തീയൽ വെച്ച് കഴിച്ചിട്ടില്ലല്ലോ. കാര്യം നമ്മുടെ ശരീരത്തിന് ഒരുപാട് ഗുണപ്രദമായ ഒരു സാധനമാണല്ലോ കാട്ടുനെല്ലിക്ക. അപ്പോൾ ഞാനും വിചാരിച്ചു എന്തായാലും വെച്ചുണ്ടാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ വെച്ചതാണ്. എന്തായാലും നല്ലൊരു സൂപ്പർ കറിയാണ്. നിങ്ങൾ ഒരു കാരണവശാലും ഇത് ഉണ്ടാക്കാതിരിക്കരുത്. ഉണ്ടാക്കിയിട്ട് നിങ്ങൾ അതിൻ്റെ ഫീഡ്ബാക്ക് എന്നെ അറിയിക്കണം. അതുപോലെ തന്നെ ഇത് വീഡിയോ കണ്ടിട്ടും ഇതിൻ്റെ കമൻറ്റുകൾ രേഖപ്പെടുത്താൻ മറക്കരുത്. എൻ്റെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബും കൂടെ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്ത നല്ല വീഡിയോയുമായിട്ട് കാണുന്നത് വരെ ടാറ്റാ, ബൈ.